Hi all, welcome to another video of electrical system design. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6ത്തെ ടോപ്പിക്കാണ്. മൊഡ്യൂൾ 6ത്തെ തന്നെ സെക്ഷൻസ് ഓഫ് സ്റ്റാൻഡ് ബൈ ജനറേറ്റേഴ്സ്. അപ്പോൾ സ്റ്റാൻഡ് ബൈ ജനറേറ്റേഴ്സ് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പവർ റേറ്റിംഗ് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എമർജൻസി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റംസ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റം, എമർജൻസി പവർ സിസ്റ്റം, അതിനെക്കുറിച്ചുള്ള തിയറിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Emergency and standby power systems are intended to provide an alternative power source if the normal power source more oftenly utility fails. അപ്പോൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ഇപ്പോൾ കേരളത്തിലാവുമ്പോൾ നമ്മൾ KTU ആണ് മെയിൻലി ഉപയോഗിക്കാറ്. അപ്പോൾ അത് ഫെയിൽ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അഡീഷണലായിട്ട് ഒന്നെങ്കിൽ ഇൻവെർട്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ജനറേറ്റേഴ്സോ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡ് ബൈ പവേഴ്സ്. അതായത് മെയിൻ സപ്ലൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പവേഴ്സ് നമ്മൾ സ്റ്റാൻഡ് ബൈ പവേഴ്സ് എന്ന് പറയേണ്ടത്. അപ്പോൾ യൂട്ടിലിറ്റി പവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്, സ്റ്റാൻഡ് ബൈ പവേഴ്സ് എന്ന് പറയേണ്ടത്. പിന്നെ എമർജൻസി പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ചില ഐറ്റംസും കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് എന്തായാലും ഉപയോഗിക്കേണ്ട, ഇപ്പോൾ ചില ഫാക്ടറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സമയത്ത് ഇപ്പോൾ സപ്ലൈക്ക് പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എമർജൻസി പവർ സപ്ലൈസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സച്ച് reliabilities of this type of systems is critical in all of the most operations, and good design practices are essential for the smooth functioning of the system. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത സിസ്റ്റംസ് ആണെങ്കിൽ അതിനൊക്കെ സ്റ്റാൻഡ് ബൈ പവറും അതേപോലെ എമർജൻസി പവർ സിസ്റ്റം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രണ്ട് തരം സിസ്റ്റംസ് ആണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എമർജൻസി പവർ സിസ്റ്റം, ഒന്ന് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റം. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് എമർജൻസി പവർ സിസ്റ്റം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ IEEE സ്റ്റാൻഡേർഡ്. അപ്പോൾ IEEE സ്റ്റാൻഡേർഡ് 4461995 എന്ന് പറഞ്ഞ ഇയറിൽ അത് കറസ്പോണ്ടിങ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് അവിടെ കൊടുത്തതാണ്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് upon failure or the outage of the normal source. അപ്പോൾ നോർമൽ സോഴ്സ് അല്ലെങ്കിൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സംഭവത്തിന് ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിസർവ് സോഴ്സിനെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, ഈ എമർജൻസി പവർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് റിലയബിൾ ഇലക്ട്രിക്കൽ പവർ വിത്തിൻ എ സ്പെസിഫിക് ടൈം ടു ദ ക്രിട്ടിക്കൽ ഡിവൈസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, ക്രിട്ടിക്കൽ ഡിവൈസസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് പവർ ഇതിനുവേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എമർജൻസി പവർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പവറൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഡിവൈസസ് നമ്മുടെ അങ്ങനത്തെ സിസ്റ്റംസിനാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എക്യുപ്മെൻറ്റ് ഹൂസ് ഫെയിലിയർ ടു ഓപ്പറേറ്റ് സാറ്റിസ്ഫാക്ടറി വുഡ് ജെപ്പർട്ടൈസ് ദ ഹെൽത്ത് ആൻഡ് ദ സേഫ്റ്റി ഓഫ് ദ പേഴ്സൺസ്. അപ്പോൾ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവില്ല. അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര അധികം ഡാമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ എമർജൻസി പവർ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റം. അപ്പോൾ എന്താണ് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റം? ദിസ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിസർവ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ മെയിൻ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്, സോഴ്സ് ഓഫ് എനർജിയാണ് വരിക. അപ്പോൺ ഫെയിലിയർ ഓഫ് ദ ഔട്ടേജ് ഓഫ് ദ നോർമൽ സോഴ്സ് പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ പവർ ഓഫ് ദ അക്സെപ്റ്റബിൾ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഇതാണ്, ഇലക്ട്രിക്കൽ പവർ വിത്ത് അക്സെപ്റ്റബിൾ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പവർ ഇടുന്ന് കിട്ടാൻ ചാൻസസ് ഉണ്ട് ശരിക്കും സ്റ്റാൻഡ് ബൈ പവർ എന്ന് പറഞ്ഞാൽ കമ്പയർ ടു എമർജൻസി പവർ. ഓക്കെ, അപ്പോൾ acceptable quality so that the user facilities may continue in satisfactory operation. അപ്പോൾ യൂസറിന് ചെയ്യാൻ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ടറി റൺ ചെയ്യാൻ പറ്റും. പവർ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫുൾ ഓപ്പറേഷൻ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലും ഒരു 10% 20% അല്ലെങ്കിൽ ഒരു ഇത്ര ശതമാനമെങ്കിലും നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക സ്റ്റാൻഡ് ബൈ പവേഴ്സിൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു റൂമിൽ നമുക്കൊരു 5-6 ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ലാംപ്സൊക്കെ ഈ സ്റ്റാൻഡ് ബൈ പവേഴ്സ് വെച്ചിട്ട് ഇടാൻ പറ്റും. അങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പോൾ അതിനെയാണ്, അപ്പോൾ ഇവിടെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. ക്രിട്ടിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ഡിവൈസസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ എമർജൻസി പവർ സിസ്റ്റത്തിലേക്കായിരിക്കും. എമർജൻസി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റംസ് ആർ ജനറലി ഡിസൈൻഡ് ഇൻ ടു ഓവറോൾ ഇലക്ട്രിക് സിസ്റ്റം. അപ്പോൾ ഓവറോൾ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഇതിൻ്റെ വളരെയധികം ആവശ്യമുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അത് മെയിനിൽ വയ്ക്കുന്നത്. ഒന്ന്, ചിലപ്പോൾ അത് വളരെ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ അത് ലീഗൽ ടേംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പോൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഇതിൻ്റെ പറഞ്ഞത് ആസ് റിക്വയർഡ് ബൈ ദ നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് NEC പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലോക്കൽ സ്റ്റേറ്റ് കോഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലീഗലായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം വേണം എന്നുള്ളത്. ഓക്കെ,
These are mainly concerned with the safety of the human life and the protection of the environment. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ലീഗലി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അതേപോലെ എക്കണോമിക് കൺസിഡറേഷൻ ചില കേസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കണ്ടിന്യൂസ് പ്രോസസ് ആപ്ലിക്കേഷൻസ് വെരി ഓഫ്റ്റൻ റിക്വസ്റ്റ് എ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ പവർ ടു അവോയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് എക്കണോമിക് ലോസസ്. അതായത് ചില ഫാക്ടറികളിലൊക്കെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ തന്നെ കുറേ സമയങ്ങളൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ അത് ഓഫ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള ഫാക്ടറീസൊക്കെ ഉണ്ട് ചില ഫാക്ടറികൾ. അതായത് കുറേ ലോസുകൾ സംഭവിക്കും ഒരു എക്കണോമിക്കായിട്ട്. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതായത് ഓഫായി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും പവറും കാര്യങ്ങളും എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറേ ലോസസൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ മാനുവലി എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് നോക്കാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഫാക്ടറികളൊക്കെ തന്നെ അവർ തന്നെ സ്റ്റാൻഡ് ബൈ പവേഴ്സ് എമർജൻസി പവേഴ്സൊക്കെ അതിന് വേണ്ടത് കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും പവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഡാമേജ് ആയിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ CPU അല്ലെങ്കിൽ നമ്മുടെ പവർ കമ്പ്യൂട്ടറിനൊക്കെ നമ്മൾ UPS കൊടുക്കാറുണ്ട് പണ്ടൊക്കെ. അപ്പോൾ UPS കൊടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മുടെ RAM ആയാലും ചിലപ്പോൾ പ്രൊസസ്സറിനൊക്കെ കംപ്ലയിൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ചെറിയൊരു കേസാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ വലിയ ഫാക്ടറീസിലൊക്കെ ചില ഫാക്ടറീസിൽ എങ്ങാനും സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ മൊത്തമായിട്ട് ഓഫായി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ചെയ്യും ഇടയിൽ വെച്ചിട്ടൊക്കെ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കറക്റ്റായിട്ട് പ്രോപ്പർ ഷട്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ എന്ത് ചെയ്യണം, അവർ സ്റ്റാൻഡ് ബൈ പവേഴ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യാറുണ്ട്. എൻജിൻ ഡ്രൈവ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ സെറ്റ്സ് ആർ ഓഫ്റ്റൻ യൂസ് ഇൻ കൊമേഴ്സ്യൽ ഓർ ഇൻഡസ്ട്രിയൽ സൈറ്റ്. അപ്പോൾ എൻജിൻ ഡ്രൈവ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC കറണ്ട് ജനറേറ്റർ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് ജനറേറ്റർ സെറ്റ്സ് ആണ് കൂടുതലും യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. ദർ ആർ ഓൾസോ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ബോത്ത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്യൽ ബിൽഡിംഗ്. അപ്പോൾ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഇപ്പോൾ മാളുകളിൽ അങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ജനറേറ്റേഴ്സ് കാണാൻ പറ്റും. നമുക്ക് ഒരുവിധം എല്ലാ ഇൻഡസ്ട്രികളിലും നമ്മൾ ജനറേറ്റർ സെറ്റ്സ് കാര്യം തന്നെയാണ് യൂസ് ചെയ്ത് കണ്ടേക്കണം. പിന്നെ ചില വലിയ വലിയ ഫാക്ടറീസിലും കാര്യങ്ങളൊക്കെ അവർ തന്നെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതായത് ടർബൈൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ടർബൈൻ അതേപോലത്തെ കാരണം ബോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റീം ഉപയോഗിച്ച് അവർക്ക് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, ദ മെയിൻ പർപ്പസ് ഓഫ് ദ പ്രൈം മൂവേഴ്സ് ഈസ് യൂസ്ഡ് in engine driven generators set of industry sites and commercial buildings are diesel engines. അപ്പോൾ മെയിൻലി ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് പറഞ്ഞ ഏൽപ്പിക്കാറ്. ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ സ്റ്റീം ടർബൈൻസ് ഉപയോഗിക്കാറുണ്ട് ചിലയിടത്ത്. ഓക്കെ, അപ്പോൾ സ്റ്റീം ടർബൈൻസ് ഒക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ബോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ ഫാക്ടറീസിലൊക്കെയാണ് അത് പറ്റുണ്ടാവുള്ളൂ. ഓക്കെ, turbines are used mainly for the production set, whereas diesel engine can be used for both production and standby sets. അപ്പോൾ ഡീസൽ എഞ്ചിൻ രണ്ട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട, പ്രൊഡക്ഷൻ്റെ സ്ഥലത്തും അതേപോലെ തന്നെ സ്റ്റാൻഡ് ബൈ സെറ്റിൻ്റെ സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ടർബൈൻസ് ആണ് മെയിൻലി പ്രൊഡക്ഷൻ സെറ്റ്സിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്യാസ് ടർബൈൻ സെറ്റ്സ് ആർ ജനറലി ലൈറ്റർ ഇൻ വെയ്റ്റ് ദാൻ ഡീസൽ ജനറേറ്റർ സെറ്റ്. അപ്പോൾ ഗ്യാസ് ടർബൈൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന് ഗ്യാസ് വേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് കുറവാണ് കമ്പയർ ടു ഡീസൽ ജനറേറ്റർ. അതേപോലെ തന്നെ കുറച്ചും കൂടി റൺ മോർ ക്വയറ്റ്ലി ആൻഡ് ജനറലി റിക്വയർസ് ലെസ് കൂളിംഗ് ആൻഡ് കമ്പഷൻ ഓഫ് എയർ ആൻഡ് ലീഡിങ് ടു ലോവർ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകളല്ല. ഈ ഗ്യാസ് ടർബൈൻ സെറ്റ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ലെസ് കൂളിംഗ് മതി, കമ്പഷൻ ഓഫ് എയർ വളരെ കുറവ് മതി, അങ്ങനെ റൺസ് മോർ ക്വയറ്റ്ലി, അധികം സൗണ്ടൊന്നും ഉണ്ടാക്കില്ല, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതാണ്, അതായത് ഗ്യാസ് ടർബൈൻ ജനറേറ്റർ സെറ്റ്സ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ ദ ഡീസൽ ജനറേറ്റർ സെറ്റ് ആൻഡ് റിക്വയർസ് മോർ സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സമയം കുറേ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 30 സെക്കൻഡൊക്കെ വേണമെങ്കിൽ ആവശ്യം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ ഡീസൽ സെറ്റ്സ് ഒക്കെ നമുക്കൊരു 10 സെക്കൻഡോ 15 സെക്കൻഡൊക്കെ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെയിനായിട്ടൊരു പ്രോബ്ലം വന്നേക്കണേ. അപ്പോൾ ലോങ്ങർ സ്റ്റാർട്ടിങ് ടൈം റിക്വയർമെൻറ്റും അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് വെരി സ്മോളർ സൈസ്, അതായത് ഒരു 500 kV ഒക്കെ ഈ സംഭവം അവൈലബിൾ അല്ല. നമുക്ക് കുറച്ച് വലുതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഗ്യാസ് ടർബൈൻസ് അധികം ഉപയോഗിക്കാത്തത്. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സമയം കുറേ വേണമെന്നുള്ളതും അതേപോലെ തന്നെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് സ്മോൾ സൈസ്. ഇപ്പോൾ ചില ഫാക്ടറിക്ക് 100 kW മതിയോ, അല്ലെങ്കിൽ ചില ഫാക്ടറിക്ക് 250 kW. അപ്പോൾ അതിനൊന്നും അവൈലബിൾ അല്ല, സ്മോൾ സൈസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഗ്യാസ് ടർബൈൻ സെറ്റ്സ് അധികം ഉപയോഗിക്കാത്തത്. പക്ഷേ ഗ്യാസ് ടർബൈൻ സെറ്റ്സിൻ്റെ കുറേ അഡ്വാൻറ്റേജും കാരണം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കമ്പയർ ടു ഡീസൽ സ്ഥലം, അതേപോലെ തന്നെ കൂളിംഗ് വളരെ കുറവ് മതി, അതുപോലെ കമ്പഷൻ ഓഫ് എയർ കുറവ് മതി, പിന്നെ ക്വയറ്റായിട്ട് റൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഓഫ് ദിസ് വൺ ഗ്യാസ് ടർബൈൻ വളരെ കുറവാണ് വരുള്ളൂ. പക്ഷേ ഗ്യാസ് ടർബൈൻ സെറ്റിൻ്റെ വില കുറച്ച് കൂടുതലാണ് കമ്പയർ ടു ഡീസൽ ജനറേറ്റർ. അതാണ് നമ്മളിവിടെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്യാസ് ടർബൈൻ സെറ്റ്സ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ ഡീസൽ ജനറേറ്റർ സെറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മെയിൻലി. ഓക്കെ,
Generator installation must also taken into consideration the combustion and the cooling air required by the generator and the prime mover. അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കണം, കൂളിംഗ് എയർ റിക്വയർഡും അതേപോലെ കമ്പഷൻ ഫാക്ടറും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എക്സോസ്റ്റ് ഗ്യാസ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്, അതിന് എത്ര ഹൈറ്റിൽ കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവിഷൻ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. പിന്നെ നോയ്സ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ നോയ്സ് ലെവൽ കാര്യങ്ങളൊക്കെ നല്ല സൗണ്ട് ഉള്ളത്, സൗണ്ട് ഇല്ലാതെ, അങ്ങനെ പലതരം ജനറേറ്റേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ these considerations increases in the installation cost, especially for the reciprocating engine units such as diesel or gasoline engines. അപ്പോൾ ഡീസൽ എഞ്ചിൻസും ഗ്യാസോലിൻ എഞ്ചിൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അധികം നോയ്സും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇനീഷ്യൽ കോസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ മുടക്കേണ്ടി വരും. ദ ഫ്യൂവൽ സപ്ലൈ മസ്റ്റ് ബി കൺസിഡർഡ്. അപ്പോൾ ഫ്യൂവൽ സപ്ലൈ നമുക്ക് നോക്കേണ്ടതാണ്, എത്രത്തോളം വേണം, അതായത് എത്ര ടാങ്ക് വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ടാങ്ക് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണോ, എക്സ്ട്രാ ആയിട്ടുള്ള ടാങ്ക് എവിടെയാണ് വെക്കേണ്ടത്, ബിൽഡിങ്ങിൻ്റെ പുറത്താണോ അകത്താണോ, അങ്ങനത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. നാഷണൽ ബിൽഡിംഗ് കോഡ് ആൻഡ് ഇൻഷുറൻസ് കൺസിഡറേഷൻസ് മേ ബി ഫോഴ്സ് ദ ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്ക് എവേ ഫ്രം ദ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്ക് മെയിനായിട്ടുള്ളത് കുറച്ച് അകലെ വെക്കാനാണ് പറഞ്ഞേക്കണേ. ചെറിയൊരു ടാങ്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ജനറൽ സെറ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യം അനുസരിച്ച് അവിടെ നിന്ന് പോയാണ് ചെയ്യേണ്ടത്. ദ ചോയ്സ് ഓഫ് ദ പ്രൈം മൂവർ ഈസ് ഡിറ്റർമിൻഡ് ബൈ സച്ച് കൺസിഡറേഷൻ ആസ് ദ അവൈലബിലിറ്റി ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫ്യൂവൽ. അപ്പോൾ നമ്മുടെ പ്രൈം മൂവറിൻ്റെ ഇത് നമ്മൾ തീരുമാനിക്കുന്നത് അവൈലബിലിറ്റി ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫ്യൂവൽ അനുസരിച്ചിട്ട് നമ്മൾ പ്രൈം മൂവറും കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടാവും. മെയിൻലി ഡീസൽ എഞ്ചിൻസ് ആർ ഓഫ്റ്റൺലി യൂസ്. അപ്പോൾ മെയിൻലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ, കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസസ് കൂടുതലുള്ള ഡീസൽ എഞ്ചിനാണ്. ദ പവർ ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ് ഓഫ് ദ ജനറേറ്റർ സെറ്റ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ടു ബി ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന പവർ എത്രയാണ് വേണ്ടത്, ആ ഒരു വാല്യൂ കാര്യങ്ങൾ നമ്മൾ ഒരു മെയിൻ ക്രൈറ്റീരിയ. ഇപ്പോൾ എത്ര വാട്ട്സിൻ്റെയാണ് വേണ്ടത്, ഇപ്പോൾ 100 ആണോ 1000 ആണോ, ആ കാര്യം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് DG സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടത്. ദ ആക്റ്റീവ് പവർ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് അപ്പോൾ ദ ടൈപ്പ് ഓഫ് ദ ഫ്യൂവൽ യൂസ്. അപ്പോൾ മെയിനായിട്ട് പവർ ഔട്ട്പുട്ട് ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്, സൈറ്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, അതുപോലെ കൂളിംഗ് മീഡിയം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, അവിടുത്തെ ആൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഹ്യൂമിഡിറ്റി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഈ ആക്റ്റീവ് പവർ ഇരിക്കേണ്ടത് ശരിക്കും. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ദ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിനെയും കൂടി ഇത് ഡിപ്പെൻഡ് ചെയ്യും. സച്ച് ആസ് പോസിബിൾ ഓവർലോഡിങ് ആൻഡ് ലോഡ് വേരിയേഷൻസ് ഓവർ ദ ടൈം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടാവുക, നമ്മുടെ ഈ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇതിനകത്ത്. അപ്പോൾ ഈ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ആക്റ്റീവ് പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള പവർ, ലാറ്റിറ്റ്യൂഡിൽ ഇത് എത്ര ആൾട്ടിറ്റ്യൂഡിൽ മുകളിലാണ്, അതേപോലെ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്താണ് വേണ്ടത്, ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഇപ്പോൾ എത്ര, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് പവർ ഉണ്ടാവുക. പിന്നെ റേറ്റിംഗ് ഓഫ് ദ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ സെറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ. കെയർ മസ്റ്റ് ബി ഓൾസോ ടേക്കൺ ടു ദ സൈസ് ഓഫ് ദ ജനറേറ്റർ സെറ്റ് ഗിവൺ ടു ദ അപ്ലിക്കേഷൻ സിൻസ് സെവറൽ റേറ്റിംഗ് എക്സിസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേറ്റിംഗ്സ് അവൈലബിൾ ആണ്. മെയിൻലി 3 തരം റേറ്റിങ്ങുകളാണ് നമ്മൾ ഈ DG സെറ്റ്സിൽ പറയാറുള്ളത്. അതായത് ഒന്ന് കണ്ടിന്യൂസ് പവർ റേറ്റിംഗ്. The engine can supply 100% rated power for an unlimited time. This rating is normally used for the production sets. ആ പ്രൊഡക്ഷൻ സെറ്റ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് സിസ്റ്റമാണ് കണ്ടിന്യൂസ് പവർ റേറ്റിംഗ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് 100% അതിന് പവർ കൊടുക്കാൻ പറ്റും. പ്രൈം പവർ റേറ്റിംഗ്. The engine can supply a base power of load for an unlimited time and 100% rated power for a limited time. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബേസ് ലോഡ്, അതായത് ഇപ്പോൾ ഒരു 100% നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ എങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ടൈമിലേക്ക് ഒരു 75% 80% നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ 100% യൂട്ടിലൈസേഷൻ ചെയ്യണം നമുക്കത് കുറേ നേരത്തേക്ക് പറ്റില്ല, ഒരു ലിമിറ്റഡ് നേരത്തേക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ ബേസ് ലോഡ് ആൻഡ് അക്സെപ്റ്റബിൾ ടൈം ഓഫ് 100% റിലേറ്റ് പവർ ആർ ഡിഫറെൻറ്റ് ഫോർ ഈച്ച് മാനുഫാക്ചർ. അപ്പോൾ ബേസ് ലോഡും അതേപോലെ തന്നെ ഇതിൻ്റെ 100% ഉപയോഗിക്കുന്ന പവറും ആ ടൈമും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ മാനുഫാക്ചേഴ്സ് പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ചില സമയത്ത് പറയും, ചില മാനുഫാക്ചേഴ്സ് പറയാം അവർക്ക് 100% ഉപയോഗിക്കാൻ പറ്റും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് എങ്ങാനും, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാനുഫാക്ചേഴ്സ്. അപ്പോൾ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ബേസ് ലോഡ് എന്ന് പറയുന്നത് 70% ഓഫ് ദ റേറ്റഡ് പവർ. അപ്പോൾ 70% ഓഫ് റേറ്റഡ് പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 100% ഓഫ് റേറ്റഡ് പവർ ഡ്യൂറിങ് 500 hours പെർ ഇയർ, ആ ഒരു റേറ്റിംഗ് ആണ് കൊടുക്കാറുള്ളത്. അതായത് ഒരു ഇയറിൽ നമുക്ക് 500 hours നമുക്ക് 100% പവർ അത് ഓടിക്കാൻ പറ്റും. ഓക്കെ. സ്റ്റാൻഡ് ബൈ പവർ റേറ്റിംഗ്. This is the maximum power that the engine can deliver in a limited time. അപ്പോൾ ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതൽ വരാൻ ചെയ്യുന്നത്, അപ്പോൾ മാക്സിമം എത്രത്തോളം ആ ജനറേറ്ററിന് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു പവറാണ് സ്റ്റാൻഡ് ബൈ പവർ എന്ന് പറയേണ്ടാവുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാക്സിമം പവറാണ്, അത് വളരെ ലിമിറ്റഡ് നേരത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ.
അപ്പോൾ അത് മിനിമം ഒരു എക്സാമ്പിൾ പറയാൻ ടിപ്പിക്കലി ലെസ് ദാൻ 500 hours പെർ ഇയർ. അപ്പോൾ ഒരു കൊല്ലത്തിൽ ആ 500 മണിക്കൂറിന് താഴെ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എമർജൻസി കണ്ടീഷൻസിലൊക്കെയാണ് അത് മെയിൻലി ഉപയോഗിക്കാറുള്ളത് നമ്മളങ്ങനെ. ഓക്കെ, അതായത് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ എമർജൻസി പവർ. ദ സ്റ്റാൻഡേർഡ് ഓവറോൾ കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് 10% മോർ ദാൻ ദ പവർ റേറ്റിംഗ് ഡ്യൂറിങ് 1 hour ഫോർ എവരി 12 hours ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മോട്ടറിന് ഒരു 100% ആണ് ലോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റിനെക്കാട്ടി നമുക്ക് മാക്സിമം അത് ഓവർലോഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് 10% ആണ്. അപ്പോൾ പക്ഷേ ഈ 10% ഓവർലോഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് വളരെ കുറച്ച് നേരത്തേക്കാണ്. അതായത് ഒരു ദിവസത്തിൽ നമുക്ക് 2 മണിക്കൂറൊക്കെ മാക്സിമം ഓവർലോഡ് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. ആണ് പറയുന്നത് 12 മണിക്കൂറിൽ 1 hour വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പവർ റേറ്റിംഗ് ഓഫ് എ DC ജനറേറ്റർ സെറ്റ് എന്ന് പറഞ്ഞാൽ 15.5 ആണെങ്കിൽ അതിൻ്റെ പ്രൈം പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം സെക്ഷനാണ്, അത് 17.6. അപ്പോൾ സ്റ്റാൻഡ് ബൈ പവർ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ 18.8 അത്രയും കിലോ വാട്ട് വരെ നമുക്കത് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 കിലോ വാട്ടൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് പവർ റേറ്റിംഗ് എന്ന് പറയേണ്ടത്. പിന്നെയാണ് പ്രൈം പവർ റേറ്റിംഗ്, അതായത് കുറച്ച് നേരത്തേക്ക് കൂടുതൽ കൊടുക്കാം, ബാക്കിയുള്ള സമയത്ത് കുറച്ച് കുറവ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. പിന്നെയാണ് സ്റ്റാൻഡ് ബൈ പവർ. സ്റ്റാൻഡ് ബൈ പവർ മാക്സിമം പവർ അതിൽ നിന്ന് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കണം അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ഡീസൽ എഞ്ചിൻ നമ്മൾ പറയുന്നത്. A second alternative for the emergency standby system is a second unit power source. However, the availability of the second unit source, which is sufficiently independent from the normal utility service, may be economically feasible. അപ്പോൾ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് പവറും ചില സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. അതായത് DG സെറ്റും ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്ന ഒരു അൺഇൻറ്റർപ്റ്റഡ് പവർ സപ്ലൈ എക്യുപ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ബാറ്ററി കണക്റ്റഡ് എക്യുപ്മെൻറ്റ്സ് കാണൊക്കെ ആയിരിക്കും, UPSകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വൺ കോമൺ ആപ്ലിക്കേഷൻ ഫോർ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഇസ് ടു സപ്ലൈ UPS എക്യുപ്മെൻറ്റ് ഡ്യൂറിങ് പവർ ഔട്ടേജസ്. അപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഈ UPS സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ടത്. വോൾട്ടേജ് വേവ് ഫോം ഡിസ്റ്റോർഷൻ ക്യാൻ ബി ഒക്കർ ഡ്യൂ ടു ദ ഹാർമണിക് കറന്റ് ജനറേറ്റഡ് ബൈ UPS. അപ്പോൾ UPSൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹാർമണിക്സ് എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് UPSകളൊക്കെ ആണെങ്കിലാണ് നമുക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള സൈൻ വേവ് കാരണം കിട്ടുള്ളൂ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് സൈൻ വേവ് കാരണം കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ട്യൂൺ ചെയ്ത് കുറച്ചും കൂടി നല്ല സ്മൂത്തനായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ കറക്റ്റ് വേവ് ഫോം നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈസി ആക്കേണ്ടത്. അപ്പോൾ DG സെറ്റ്സിലൊക്കെ നമുക്ക് കറക്റ്റ് ആ സൈൻ വേവ് കാര്യങ്ങൾ LCT നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജനറൽ കൺസിഡറേഷൻസ് ആണ്. അതായത് വെൻ ജനറേറ്റർ സെറ്റ് ആർ യൂസ്ഡ് ആസ് എ പ്രൈം സോഴ്സ് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി ഫോർ ദ ഫോളോയിങ് ഔട്ട്പുട്ട് പോയിന്റ് ടു ബി കൺസിഡർഡ്. അപ്പോൾ പ്രൈം സോഴ്സ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ DG സെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രൊവൈഡ് പാരലൽ ഓപ്പറേഷൻ വിത്ത് അതർ സെറ്റ്. അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ള, അതായത് നമ്മൾ ത്രൂ ഔട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കാണാം അവിടെ LCT അതായത് KCV സപ്ലൈ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു പ്രൈമായിട്ട് മെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഫുൾ ടൈം ജനറേറ്ററിലേക്ക് അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ്. അപ്പോൾ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തം സപ്ലൈ പോകും. അപ്പോൾ അതുകൊണ്ട് ചെയ്യും പാരലൽ ഓപ്പറേഷൻ വിത്ത് അതർ DG സെറ്റ്സ് നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി സപ്ലൈ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് എടുത്ത് കണക്ട് ചെയ്യുന്ന രീതിയിൽ പാരലൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. എലോ ഫോർ ലോങ്ങർ മെയിൻ്റനൻസ് പീരീഡ്. അപ്പോൾ മെയിൻ്റനൻസ് പീരീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോകണം. എൻഷുർ ബാക്ക് സ്റ്റാർട്ട് കപ്പാസിറ്റീസ്. അപ്പോൾ ബാക്ക് സ്റ്റാർട്ട് കപ്പാസിറ്റി നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെ. അപ്പോൾ ബാക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് ദ കപ്പാസിറ്റി ഓഫ് ദ സ്റ്റാർട്ടിംഗ് ജനറേറ്റർ സെറ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ യൂട്ടിലിറ്റി സപ്ലൈ. അതായത് യൂട്ടിലിറ്റി സപ്ലൈ ഇല്ലാണ്ട് തന്നെ സ്റ്റാർട്ട് ആവുന്ന രീതിയിലുള്ള മെത്തേഡ് നമ്മൾ റെഡിയാക്കി. അതായത് ബാറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും മെയിനോട് വെക്കേണ്ടത്. അപ്പോൾ യൂട്ടിലിറ്റി സപ്ലൈ ഇല്ലെങ്കിൽ നമുക്കിത് ഓൺ ആക്കാൻ പറ്റും. യൂസ് ലോ സ്പീഡ് എക്യുപ്മെൻറ്റ് ഫോർ ലോങ് ലൈഫ് ടൈം. അത് മാക്സിമം 250 RPM ഫോർ ഡീസൽ എഞ്ചിൻസൊക്കെയാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല കൂടുതൽ ലൈഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ DG സെറ്റ്സ് തന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈ സോഴ്സ് ഇട്ട്, അതായത് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ സോഴ്സ് നമ്മൾ ചെയ്യുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്, സ്റ്റാൻഡ് ബൈ സോഴ്സ് എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ DG സെറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് എൻഷുർ ക്വിക്ക് ആൻഡ് റിലയബിൾ സ്റ്റാർട്ടപ്പ് ആൻഡ് ലോഡിങ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാവുന്ന സംഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് അപ്പോൾ തന്നെ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് റിലയബിൾ ലോഡ് ഷെഡിങ് ടു അവോയ്ഡ് ഓവർലോഡിങ് ഓർ സ്റ്റാൻഡ് ബൈ. അതായത് നമ്മൾ ചിലപ്പോൾ യൂട്ടിലിറ്റി സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ലോഡ് ഇട്ട് ഉപയോഗിക്കേണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ബൈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ ലോഡും ഇതിന് താങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫാക്കി, അതായത് ലോഡ് ഷെഡ് ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എലോ ഫോർ എ പീരിയഡ് ടെസ്റ്റിംഗ് അണ്ടർ ലോഡ്. അതേപോലെ പീരിയോഡിക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഇത് വർക്ക് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇടയ്ക്ക്. ഓക്കെ, പ്രൊവൈഡ് പാരലൽ ഓപ്പറേഷൻ വിത്ത് യൂട്ടിലിറ്റി ഇഫ് ദ സെറ്റ് ഈസ് യൂസിങ് ഡ്യൂറിങ് പീക്ക് ലോഡ്സ്.
അപ്പോൾ പീക്ക് ലോഡിൻ്റെ സമയത്ത് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അറിയാം നമ്മൾ പീക്ക് ലോഡിൻ്റെ സമയത്ത് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം, കൂടുതൽ പവർ, കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ലാഭം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡി ജി സെറ്റ് കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പീക്ക് ലോഡിൻ്റെ സമയത്തൊക്കെ ഡി ജി സെറ്റ്സ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു അറേഞ്ച്മെൻറ്റ് സിസ്റ്റമാണ് ഡി ജി സെറ്റ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദിസ് ഇസ് ദ യൂട്ടിലിറ്റി സപ്ലൈ. യൂട്ടിലിറ്റി സപ്ലൈ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ലോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡി ജി സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡി ജി സെറ്റ് ഇസ് കണക്ട് ടു ദിസ് Q2ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എമർജൻസി ലോഡ്സിലേക്കാണ് കണക്ട് ചെയ്തേക്കണം. ഇത് ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ സപ്ലൈ ഇല്ലാത്ത അവസരങ്ങളിൽ, അപ്പോൾ യൂട്ടിലിറ്റി സപ്ലൈ ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ കണക്ഷൻ നമ്മൾ ഓഫാക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്ററിൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ Q3 ക്ലോസ് ആയിരിക്കും, അതേപോലെ Q1 ക്ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും സപ്ലൈ ഫുള്ള് കംപ്ലീറ്റ് പോകുന്നുണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എമർജൻസി ലോഡും ക്രിട്ടിക്കൽ ലോഡും ഉണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ലോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തായാലും അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് വി ആർ കോളിംഗ് ഇറ്റ് എസ് എ ക്രിട്ടിക്കൽ ലോഡ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുകയും UPS ചെയ്യുന്നതാണ്. അപ്പോൾ UPS ഈസ് കണക്റ്റഡ് ടു ഒന്ന് നമ്മുടെ യൂട്ടിലിറ്റി സപ്ലൈ ഓർ ദ ജനറേറ്റർ അക്കോർഡിംഗ് ടു അവർ നീഡ്. നമ്മുടെ ഏതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇവിടെ UPSൻ്റെ ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ എലക്ട്രിസിറ്റി എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അതാണ് UPS ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ബാറ്ററി കണക്റ്റഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് സ്റ്റാറ്റിക് സ്വിച്ച്, ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട് അഡീഷണൽ. അപ്പോൾ UPSലുള്ള ഫോൾട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സപ്ലൈ, അതായത് നമ്മുടെ DG-ന്നോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സപ്ലൈ നിന്ന് എലക്ട്രിസിറ്റി എടുത്ത് നേരിട്ട് ക്രിട്ടിക്കലോട് കൊടുക്കാനാണ് ഇങ്ങനെ ഒരു ബൈപ്പാസിങ് സെക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് എ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ആ ഫിഗർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷൻ ലോഡ് ഈസ് സപ്ലൈഡ് ഫ്രം ദ യൂട്ടിലിറ്റി സപ്ലൈ. ലോഡ് നമുക്ക് സപ്ലൈ എന്നാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൺ ലോസ് ദ Q3 ഈസ് ട്രിപ്ഡ് ആൻഡ് ദ ജനറേറ്റർ സെറ്റ് ഈസ് സ്റ്റാർട്ടഡ് ആൻഡ് ലോഡ് ഈസ് സപ്ലൈഡ് ബൈ ദ ജനറേറ്റർ സെറ്റ് ബൈ ക്ലോസിങ് സർക്യൂട്ട് ബ്രേക്കർ Q2. അപ്പോൾ മെയിൻ സപ്ലൈ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ, അതായത് മെയിൻ സപ്ലൈ ഓഫ് ആയി കഴിഞ്ഞാൽ ഈ സപ്ലൈ നമ്മൾ ഓഫ് ആക്കിയിടും. എന്നിട്ട് DG എന്ന സപ്ലൈ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, അതായത് Q2 ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. Then critical load is supplied from the UPS, hence it cannot be accepted any power outages. കാരണം പവർ ഔട്ടേജസ് ഒരിക്കലും ഈ ക്രിട്ടിക്കൽ ലോഡിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ UPS നിന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ UPS ഹാസ് ആൻ സ്റ്റാറ്റിക്കൽ സ്വിച്ച് വിച്ച് വിൽ ബൈപ്പാസ് റെക്ടിഫയർ ആൻഡ് ഇൻവെർട്ടർ മോഡിൽ ഇൻ കേസ് ഓഫ് ദ എനി ഇന്റേണൽ ഫോൾട്ട് വിത്ത് ദ UPS. അപ്പോൾ ഇനി ഇന്റേണൽ ഫോൾട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്വിച്ച് ബൈപ്പാസ് ചെയ്തിട്ട് മുകളിലേക്ക് കണക്ട് ചെയ്തോളൂ നേരെ. ഒന്നെങ്കിൽ ജനറേറ്ററിലേക്ക് അല്ലെങ്കിൽ യൂട്ടിലിറ്റിയിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ദ ഇലക്ട്രിക്കൽ പവർ ടു ദ ക്രിട്ടിക്കൽ ലോഡ്. അപ്പോൾ ക്രിട്ടിക്കൽ ലോഡിൽ എപ്പോഴും കണ്ടിന്യൂസ് പവർ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ജനറേറ്റർ സെറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് കണക്ട് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ടു ഗെറ്റ് മോർ വീഡിയോസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.